ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സഫാൻ മുഹമ്മദ്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, ഇത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ വീഡിയോ ചെയ്യുന്ന മൂഡിലല്ലായിരുന്നു. ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാണ്ടിരിക്കട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു തരുന്നത്, എപ്പിസോഡ് ഫസ്റ്റിൽ നമ്മൾ ബേസിക് സ്റ്റെപ്പ് പാർട്ട് 1 ആയിട്ട് ചെയ്തിരുന്നു. ഇത് പാർട്ട് 2 ആയിട്ടാണ്. കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു തരാം. ഫോക്കസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പം നേരെ നമുക്ക് സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഇതെങ്ങനെ കളിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് മൂവ് ചെയ്യാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1. എന്നിട്ട് നമ്മുടെ രണ്ട് ഹാൻഡും അപ്പ് ആൻഡ് ഡൗൺ. 1 2. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഇവിടുന്നാണ് കളിക്കുന്നത്. നമ്മുടെ റൈറ്റ് ഷോൾഡർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. 1 2. ഓക്കെ, ഇതിന്റെ ടൈമിൽ നമ്മുടെ റൈറ്റ് ലെഗ് നേരെ പിറകിലോട്ട് എടുത്ത് വെക്കണം. റൈറ്റ് ലെഗിന്റെ പിറകിലോട്ട് നമ്മൾ എടുത്ത് വെക്കണം. ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, ഇവിടെ തന്നെ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കളിക്കേണ്ടത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് നേരെ മുകളിലോട്ട് പൊന്തിക്കുക. ആ ടൈമിൽ നമ്മുടെ രണ്ട് ഷോൾഡറും കൂടെ ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, ആ സ്റ്റെപ്പ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ഒന്നുകൂടി നോക്കാം. റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് കളിക്കുന്നത്. ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, നമ്മുടെ രണ്ട് ഹാൻഡും കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുപോവാം. 1 and 2. ഓക്കെ, ആ ടൈമിൽ 1 വരുമ്പോൾ 1 and 2. 1 and 2. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് സ്റ്റെപ്പ് കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഓൾറെഡി നമ്മുടെ റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗിനേക്കാൾ പിറകിലേക്ക് ഉണ്ടാവും. അത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എടുത്തു വെക്കും. ഓക്കെ, 1. ആ ടൈമിൽ നമ്മുടെ രണ്ട് ഹാൻഡും കൂടെ 1. ഓക്കെ, and 2 താഴത്തോട്ട്. ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 and 2. അപ്പം നമ്മൾ 1 അടിച്ചതിന് ശേഷം ഈ 1 അടിക്കുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് ലെഗ് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് കാണാൻ ഏകദേശം കളർഫുൾ ആയിരിക്കും. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഇനി നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. നമ്മൾ 1 2 4th സ്റ്റെപ്പ് കളിച്ചതിന് ശേഷം നമ്മുടെ രണ്ട് ഹാൻഡും നമ്മൾ മുകളിലോട്ട് കുത്തിക്കും. ഇത് 5ാമത്തെ സ്റ്റെപ്പാണ്. നേരെ മുകളിലോട്ട് കുത്തിക്കും. ആ ടൈമിൽ തന്നെ നമ്മുടെ റൈറ്റ് ലെഗ് നേരെ ലെഫ്റ്റ് ലെഗിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും. 1. എന്നിട്ട് ഈ ലെഫ്റ്റ് ലെഗ് ഒന്നും കൂടെ ബാക്കോട്ട് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുന്നു. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ രണ്ട് ഹാൻഡും 1 2 ഇങ്ങനത്തെ ഒരു ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, 6ാമത്തെ സ്റ്റെപ്പ് ഇവിടെ നമ്മൾ കളിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നേരെ മുകളിലോട്ട് പൊന്തിക്കുന്നു. ആ ടൈമിൽ നമ്മുടെ റൈറ്റ് ലെഗ് നേരെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, 1. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും കളിക്കാം. 2. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലോട്ടും അത് മുകളിലോട്ട്, അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗ് നേരെ സൈഡിലോട്ട്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇവിടുന്ന് കളിക്കാൻ പോകുന്നത് നേരെ ഫ്രണ്ടിലോട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗ് 1 and 2 ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് സൈഡിലോട്ട് ചാടി നിൽക്കാം. ഓക്കെ, അപ്പം 6ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ലെഫ്റ്റ് ലെഗ് നേരെ ചിപ്പ് ചെയ്യാം ഫ്രണ്ടിലോട്ട്. ഓക്കെ, ഏകദേശം 1 and 2. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കളിക്കുന്നത്, അതായത് ഫ്രണ്ടിലോട്ട് റൈറ്റ് ലെഗ് കയറ്റി വെക്കുന്നു. ആ ടൈമിൽ നമ്മുടെ രണ്ട് ഹാൻഡും ഒന്ന് ക്ലോസ് നിന്ന് ഓപ്പൺ ആക്കുന്നു. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1. എന്നിട്ട് ഈ ബാക്കിലുള്ള ലെഫ്റ്റ് ലെഗ് നേരെ റൈറ്റ് ലെഗിൽ എടുത്തു കൊണ്ടുപോകുന്നത്. ആ ടൈമിൽ നമ്മൾ രണ്ട്
ഹാൻഡ് ക്ലോസ് ചെയ്യാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട് 1 2. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബാക്കോട്ട് റൈറ്റ് ലെഗ് നേരെ ബാക്കോട്ട് എടുത്ത് വെക്കുന്നു. ആ ടൈമിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നു. ഓക്കെ 1 2. ഓക്കെ, once more. Ready 1 2 3 start 1 2. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് തന്നെ 1 2 3 സ്റ്റാർട്ട് 1 2 3 4. ഓക്കെ, once more. Ready 1 2 3 start 1 2 3 4. അപ്പോൾ ഇതുവരെ എടുത്ത സ്റ്റെപ്സ് ഒക്കെ പഠിക്കാൻ വളരെ സിമ്പിളാണ്. കുറച്ച് സ്റ്റെപ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.